அந்த റിപ്പോർട്ടർ ചാനലില് ഒരു മൊട്ട മണ്ടയാണ് എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. മൊട്ട മണ്ട അരുൺ നീ കാരണമാണ് ഇത്രയും പ്രശ്നമായത് എന്റെ കുടുംബത്തിൽ. ഇങ്ങനെ ഉപദ്രവിക്കാൻ മാത്രം ഞാൻ എന്ത് ദ്രോഹം ചെയ്തടാ? നിനക്കത് അറിയില്ല അല്ലേ? ബാലയ്ക്ക് അമൃത സുരേഷിൽ ഉണ്ടായ മകൾക്ക് ചെലവിന് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളാണ് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇപ്പൊ അമ്മാവനെ പറ്റി തന്നെ എന്തൊക്കെ തോന്നിയാസങ്ങളാ പറഞ്ഞു നടക്കുന്നത്? എന്നെ പറ്റി ഭാര്യ തന്റെ 250 കോടിയുടെ സ്വത്തുക്കളെല്ലാം അമ്മയുടെയും ഏറ്റവും പുതിയ ഭാര്യയായിട്ട് കോകിരയുടെയും പേരിലേക്ക് എഴുതി വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാട്ടുകാരോട് പോകാൻ പറ. ഒരുത്തൻ രക്ഷപ്പെടുന്നത് കണ്ടുകൂടാത്ത ചെറ്റകള്. സ്വന്തം മകൾക്ക് ചെലവിന് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബാല ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണം. അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചു? ഇത് റിപ്പോർട്ടർ ടിവിക്കകത്ത് ഉൾപ്പെടെ എല്ലാ ചാനലുകളിലും ഇത് വന്നതായിരുന്നു. അപ്പൊ നീയായിരുന്നല്ല ഒറ്റുകാരൻ. അതേടാ, ഞാൻ ഒറ്റുകാരനായും പറ്റുകാരനായും പറ്റിക്കൽക്കാരനായും പല ടൈപ്പിൽ വരും. അരുണെ മൊട്ട തന്നെ നീ ഈ തല അങ്ങോട്ട് പോയി തലവരെ ഉണ്ടാവില്ലായിരുന്നു. മണ്ടയിലും ഒന്നുമില്ല അകത്തും ഒന്നുമില്ല. തൊലിക്കല്ലേ എന്ന് എന്ത് അടിസ്ഥാനത്തില് എന്നെ നീ വിളിച്ചു? എന്ത് അറിയാം നിനക്ക്? നീ ഇങ്ങനെ രോഷം കൊള്ളാതെ സമാധാനപ്പെടുക. എങ്ങനെ സമാധാനപ്പെടും? 15 ലക്ഷം രൂപ ഞാൻ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് എങ്ങനെ നിങ്ങൾ ന്യൂസ് ഇടും? എനിക്ക് സത്യം പറഞ്ഞേ പറ്റൂ. എന്താണ് നിന്റെ അപ്പന്റെ പേര് ഹരിചന്ദ്രൻ അല്ല ഗോവിന്ദൻ നായർ? പിന്നെ എന്താണ് നിനക്ക് ഇത്തിരി കള്ളം പറഞ്ഞാല്? അവിടെ നിന്ന് തുടങ്ങിയതാ ഈ പ്രശ്നം. എന്റെ കാര്യങ്ങൾ ഒരു പ്രാണി പോലും അറിയാതെ ഒളിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോ നീ നോട്ടീസ് അടിച്ച് നാട്ടിൽ മുഴുവൻ വിതരണം ചെയ്യുകയാണ് അല്ലടാ ദ്രോഹി. If you dare come in live എങ്ങടെ പേശ്, ലൈവിലെ പേശ്. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്കി. എൻ കുടുംബം എപ്പോഴും കഷ്ടപ്പെടുത്തു, മനസ്സിലാവുന്നുണ്ടോ? എടോ, കണ്ണി ചോരയില്ലാത്തോണ്ട് തനിക്കറിയോ? ഞാൻ 3 ദിവസമായി പല്ല് കഴിച്ചിട്ട് കുളിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങിയിട്ട് അതിനെങ്ങനെയാ ഉറങ്ങാൻ കിടക്കുമ്പോ താൻ എന്റെ മുമ്പിൽ ഭൂതം പോലെ വന്ന് നിൽക്കല്ലേ? നീ പറഞ്ഞ ഒറ്റ ഒരു കള്ളത്തനം കൊണ്ട് ഒരു കുടുംബം നശിപ്പിക്കാനാണ്. അവനെ എന്റെ കയ്യിലേക്ക് കിട്ടിയ പെട്രോൾ ഒഴിച്ച് കത്തിച്ച ചാരോടുത്തിയ പല്ല് കഴിച്ചത്. തെറ്റ് ചെയ്തില്ലെന്നുള്ള എല്ലാ എവിഡൻസും ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഓടിക്കളഞ്ഞു. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇതേ അരുണെ എന്നെ വിളിക്കും. ഇട കൂടിയ ഒരാഴ്ച അതിനുള്ളിൽ നിന്നെ പുകച്ച് പുറത്ത് ചാടിച്ചില്ലെങ്കിൽ എന്നെ അപ്പുകുട്ടാന്ന് വിളിച്ചോ. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. പാവം.